അവന് സ്തോത്രം. ബഹുമാന്യ ദൈവദാസന്മാർ, യോഗത്തിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാന്യ കർത്തൃദാസി, എല്ലാ സഹോദരി സഹോദരന്മാർ, നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും ഞാൻ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ആത്മീയ ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്ത ബ്രദർ മനോജ് ആൻഡ് ഫാമിലി. ഞാനും കൂടെ വാസ്തവത്തിൽ പാടുകയായിരുന്നു, ക്യാമറ ഓഫ് ചെയ്തിട്ട്. അത്ര അനുഗ്രഹിക്കപ്പെട്ട നിലയിലാണ് ആ പാട്ടുകൾ പാടി ആത്മീയ ആരാധനയ്ക്ക് അവർ നേതൃത്വം കൊടുത്തത്. കർത്താവ് എല്ലാ മഹത്വവും എടുക്കുമാറാകട്ടെ. കർത്താവിൻ്റെ ദാസി ഓർപ്പിച്ചതുപോലെ നമ്മൾ ചില മാസങ്ങളായിട്ട് ക്രിസ്ത്യൻ ഡിസൈപ്പിൾഷിപ്പ് ഇങ്ങനെ ചിന്തിച്ച് വരികയാണ്. ഇത് നമ്മുടെ 16ാമത്തെ ആഴ്ചയാണ്. ആ പ്രിപ്പറേഷൻ ഓഫ് ജീസസ് പബ്ലിക് മിനിസ്ട്രി എന്ന ഭാഗം നമ്മൾ കഴിഞ്ഞ് മുന്നോട്ട് പോകുകയാണ്. ലൂക്കോസ് 4-ന്റെ 13-ാം വാക്യം വരെയാണ്. 1-ാം അധ്യായം മുതൽ 4-ന്റെ 13 വരെയാണ് നമ്മൾക്ക് ബർത്ത് ഓഫ് ജീസസ്, അതുപോലെ 12 വയസ്സുള്ളവനായി ബാലനായ കർത്താവ്, പിന്നെ കർത്താവിൻ്റെ സ്നാനം, അതിനോട് ചേർന്ന് പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ കർത്താവിൻ്റെ മേൽ വരുന്നു, പിതാവിൻ്റെ പബ്ലിക് അപ്രൂവൽ, അതിനുശേഷം ആത്മാവിനാൽ മരുഭൂമിയിലേക്ക് നടത്തപ്പെടുന്നു, അവിടെ കർത്താവിനെ പരീക്ഷിക്കുന്നു, അവിടുന്ന് ഓവർകം ചെയ്തു. ഇതായിരുന്നു പ്രിപ്പറേഷൻ ഓഫ് ദ പബ്ലിക് മിനിസ്ട്രി ഓഫ് ജീസസ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 4-ന്റെ 14 മുതൽ 9-ന്റെ 50 വരെ ഗലീലയിലെ കർത്താവിൻ്റെ ശുശ്രൂഷയാണ്. ആ ഭാഗത്താണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. 14-15 വാക്യങ്ങളായിരുന്നു, പ്രത്യേകിച്ച് 14-ാം വാക്യമായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത്. ആ 2 വാക്യങ്ങൾ വായിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ കർത്താവ് കൃപ ചെയ്തിട്ട് പ്രാർത്ഥനയോട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇതാണ് വാസ്തവത്തിൽ ഗലീലയിലെ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭം. അപ്പം ഞാനിങ്ങനെ വേർഡ് ബൈ വേർഡ് ആൻഡ് വേഴ്സ് ഒക്കെ ഇങ്ങനെ പോകുമ്പോഴും നമ്മുടെ മുഖ്യമായ വിഷയം എന്ന് പറയുന്നത്, we are trying to focus our attention on Jesus Christ. How did he minister? How did he talk to people? What did he do in the synagogue? ഇങ്ങനെ നമ്മൾ ജീസസിനെ ഫോളോ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ കർത്താവിൻ്റെ ആ ശുശ്രൂഷയും കർത്താവിൻ്റെ ആ ലൈഫ് സ്റ്റൈലും ഒക്കെ നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്യുകയാണ്. 14-15 വാക്യം. യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. അവൻ്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. അവൻ അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു. എല്ലാവരും അവനെ പ്രശംസിച്ചു. ഈ ഭാഗത്തായിരുന്നു നമ്മൾ നിന്നത്, പ്രത്യേകിച്ച് 14-ാം വാക്യം. യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി. അപ്പൊ ഇവിടെ നമ്മൾക്ക് കർത്താവിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് മനസ്സിലാകുന്നത്, കർത്താവ് അവിടുത്തെ സിൻലെസ് ഹ്യൂമാനിറ്റിയിൽ ശുശ്രൂഷിച്ചതും ജീവിച്ചതും മുഴുവനും ഇറ്റ് ഈസ് ഇൻ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അപ്പം കർത്താവിനെ അനുഗമിക്കുവാനായി സമർപ്പിക്കപ്പെട്ട നമ്മുടെ ഉള്ളിൽ വരേണ്ടത്, വി നീഡ് ദ ഹോളി സ്പിരിറ്റ് ആബ്സല്യൂട്ട്ലി. അപ്പൊ പരിശുദ്ധാത്മ സ്നാനം, ആത്മാവിൻ്റെ ശക്തി എന്നൊക്കെ പറയുന്നത് ഒരു കാരണവശാലും നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ കഴിയാത്തതാണ്. ഇതിന് ഈ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. എല്ലാവരും ഒന്ന് പാട്ട് പാടി, എല്ലാവരും ഒന്ന് ഇളകി, നമ്മളും ഒന്ന് ഇളകി, അങ്ങനെയല്ല. വി റിയലി നീഡ് ദ പവർ. നമ്മളിപ്പോൾ ഒരാൾ ഇപ്പൊ അഭിനയിക്കാന്നിരിക്കട്ടെ, അഭിനയിച്ചാൽ കാര്യത്തോടടുക്കുമ്പോൾ അഭിനയം പൊട്ടിപ്പോവും, അത്രേ ഉള്ളു കാര്യം. We need real, genuine power of God. The good news is it is available for us. കർത്താവല്ലേ വാഗ്ദത്തം ചെയ്തത്. അപ്പോസ്തലപ്രവൃത്തി 1-ന്റെ 4-5 വാക്യങ്ങളും പിന്നെ 8-ാം വാക്യമൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. മിഷൻ പ്രവൃത്തി പവർ ഇല്ലാതെ നടക്കത്തില്ല. കാരണം ദൈവം അതങ്ങനെ വെച്ചിട്ടില്ല. അതുകൊണ്ട് ക്രിസ്ത്യൻ ലൈഫ് ആകട്ടെ, മിനിസ്ട്രി ആകട്ടെ, എൻ്റെ വിശ്വാസം എവ്രി ഡിസൈപ്പിൾ ഹാസ് എ മിനിസ്ട്രി എന്നാണ്. ശരീരത്തിൽ, ആത്മീക ശരീരത്തിൽ വ്യത്യസ്ത അവയവങ്ങൾ ഉള്ളതുപോലെ
എല്ലാവരെയും ഒരുപക്ഷെ പ്രീച്ച് ചെയ്യാനോ ടീച്ച് ചെയ്യാനോ അല്ലായിരിക്കാം വിളിച്ചത്. പ്രീച്ചിങ്ങും ടീച്ചിങ്ങും മാത്രമല്ല മിനിസ്ട്രി. ബോഡി ഓഫ് ക്രൈസ്റ്റിൽ ഈ പ്രീച്ചേഴ്സിനെയും ടീച്ചേഴ്സിനെയും ഹെൽപ്പ് ചെയ്യാനും പ്രാർത്ഥിക്കാനും സഭയിൽ വ്യത്യസ്ത ഉത്തരവാദിത്വങ്ങൾ ചെയ്യുന്നതൊക്കെ അനുഗ്രഹിക്കപ്പെട്ട മിനിസ്ട്രിയാണ്. ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടിയാണ്. അതിനെല്ലാം ദൈവം ആഗ്രഹിക്കുന്ന പോലെ നമുക്കത് ചെയ്തെടുക്കണമെങ്കിൽ വി നീഡ് ദി അനോയിന്റിങ്. അപ്പൊ ഇത് എത്ര പറഞ്ഞാലും ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലാകത്തില്ല. അപ്പൊ അതിന് എന്ത് ചെയ്യണം? 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭ ചെയ്തത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. എന്താണ് അവർ പ്രാർത്ഥിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാതൃക അതാണ്. അവിടുന്ന് പ്രാർത്ഥിച്ചു. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ജസ്റ്റ് പ്രേ. പെർസിസ്റ്റന്റായി പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും ഡിസപ്പോയിന്റഡ് ആകുകയില്ല. വാഗ്ദത്ത നിവൃത്തി നമ്മുടെ മേൽ ദൈവം പകരും. 14-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം, അവന്റെ സ്തുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ 1-2 കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്തു. പ്രത്യേകിച്ച് ഇങ്ങനെ 4:14 കർത്താവ് ഗലീലയിലേക്ക് വരുന്നു. ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി ചെന്നു. അവിടെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിൽ ഒക്കെയും പോയി. അപ്പൊ ടെംപ്റ്റേഷൻ കഴിഞ്ഞു 13-ാം വാക്യത്തിൽ. 14-ാം വാക്യത്തിൽ ശ്രുതി ഇങ്ങനെ ചുറ്റുമുള്ള നാട്ടിൽ ഒക്കെയും പടർന്നു എന്ന് പറയുമ്പോൾ നമ്മളത് മനസ്സിലാക്കണം. 13-ാം വാക്യത്തിന്റെയും 14-ാം വാക്യത്തിന്റെ ഇടയ്ക്ക് ഏകദേശം 1 വർഷത്തോളമുള്ള ഗ്യാപ്പുണ്ട്. ആ 1 വർഷം കർത്താവ് യഹൂദിയിൽ ശുശ്രൂഷിക്കുകയായിരുന്നു. അതിന്റെ വിവരണം ഗോസ്പൽ ഓഫ് ജോണിൽ നമുക്ക് കാണാൻ കഴിയും. മറ്റ് സിനോപ്റ്റിക് ഗോസ്പൽസിൽ അതിന്റെ വിവരണമില്ല. അല്ലെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിക്കും. 13-ാം വാക്യത്തിൽ ടെംപ്റ്റേഷൻ കഴിഞ്ഞു, സഡൻലി കർത്താവ് ഗലീലയിലേക്ക് വരുന്നു, ശ്രുതി എല്ലായിടത്തും പടർന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പൊ കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ ആ കാര്യത്തിനൊരു ക്ലാരിറ്റി കൊണ്ടുവന്നത്. 15-ാം വാക്യം, അവൻ അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു, എല്ലാവരും അവനെ പ്രശംസിച്ചു. ഈ 15-ാം വാക്യത്തില് മലയാളത്തിൽ ഇല്ലാത്ത ഒരു പദപ്രയോഗം മൂലഭാഷയിലുണ്ട്. ഞാൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസും ശ്രദ്ധിച്ചു, പക്ഷേ ആ ഒരു പദപ്രയോഗം അത്ര ഇംഗ്ലീഷിലും ഞാൻ നോക്കിയ ട്രാൻസ്ലേഷൻസിൽ ഇല്ല. ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് there may be some translation which may have the word and. പക്ഷെ ഗ്രീക്കിൽ അതുണ്ട്. And he began teaching in their synagogues and was praised by all. അതെന്തിനാണ് അത് പ്രത്യേകം എടുത്തു പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, ആ ആൻഡ് എന്ന വാക്കാണ് ശരിക്കും 14-ാം വാക്യത്തെ 15-ാം വാക്യവുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. അപ്പം ജീസസ് മിനിസ്റ്ററി ചെയ്യുന്നത് പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റിലാണ്. 15th വേഴ്സ് വിത്ത് 14th വേഴ്സിനെ ലിങ്ക് ചെയ്യുന്നത് ഈ ആൻഡ് എന്ന കായ് എന്ന ഗ്രീക്കിൽ പറയും ആ വേർഡാണ്. അപ്പം 15-ാം വാക്യത്തിൽ അവൻ അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു. അതൊക്കെ ഇറ്റ് ഈസ് ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന് വളരെ വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. യേശു എങ്ങനെയാണ് ഇത്ര ശക്തമായിട്ട് പഠിപ്പിക്കുന്നത്? അതും കണ്ടിന്യൂസ് ആയിട്ട് പഠിപ്പിക്കുന്നു എന്ന ആശയമാണ്. ഓരോ സിനഗോഗുകളിലും ഗാലിലയിൽ കയറി സ്കിപ്പിംഗ് ഓൺ ടീച്ചിങ്. അപ്പൊ 14-ഉം 15-ഉം കൂടെ നമ്മൾ കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദാറ്റ് വാസ് ഡൺ ഇൻ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അതുപോലെ ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കാം. നിങ്ങൾ എൻ്റെ ഈ ടോക്കുകളിൽ ഒരു കാര്യം നോട്ട് ചെയ്ത് കാണും. I am giving much emphasis to the word ministry, teaching and preaching. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ അതിനെ ഡൗൺ പ്ലേ ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ they are giving a hint that ഇതൊന്നും അല്ല, there is something else. ഇത് ഞാൻ വളരെ കേട്ടിട്ടുണ്ട്, ഒത്തിരി കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. അവരൊക്കെ അഭിഷക്തരാണ് എന്ന് പറഞ്ഞിട്ട് ടേക്കിംഗ് പീപ്പിൾ അവേ ഫ്രം ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വചനം ആക്ച്വലി എന്താണ്? ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ മനസ്സ് വെളിപ്പെടുത്തുകയാണ്. നമ്മോടുള്ള ദൈവാലോചന, വ്യക്തിപരമായി, കുടുംബമായി, അതുപോലെ ദൈവസഭയോടൊക്കെയുള്ള ദൈവത്തിന്റെ ആലോചന
ഈ പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന് ഒരു പുസ്തകമേ ഉള്ളൂ, ദാറ്റ്സ് ദ ബൈബിൾ. അപ്പൊ ഇതല്ല, ഇതിനപ്പുറത്തേതാണ്ട് കാര്യമുണ്ട് എന്ന് പറയുമ്പോൾ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആളുകൾ, ഏത് കാര്യം കേട്ടാലും ചാടുകയും ചായുകയും ചെയ്യുന്ന പുള്ളികളുണ്ട്. അസ്ഥിരന്മാരാണ് അവർ. ഏത് കാറ്റിനാലും അവർ ഉലഞ്ഞു പോകും. അങ്ങനെയുള്ളവർ ഒന്ന് ഉറക്കേണ്ടത് ആവശ്യമാണ്. ദൈവവചനത്തിന്റെ ഇമ്പോർട്ടൻസ് യേശുക്രിസ്തുവിൽ കാണാം. നോക്കിയ 15-ാം വാക്യത്തിൽ അവൻ അവരുടെ പള്ളികളിൽ ഉപദേശിച്ചെന്ന, ഹി വാസ് ടീച്ചിങ് ദ വേർഡ്. എല്ലാവരും അവനെ പ്രശംസിച്ചു. അതിലേക്ക് ഞാൻ വരാം. അപ്പൊ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ ആ പാറ്റേണും പ്രയോറിറ്റിയും എന്താണ്? ഇറ്റ് ഈസ് ടീച്ചിങ് ദ വേർഡ് ഓഫ് ഗോഡ്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് ഇംപെർഫെക്റ്റ് ടെൻസിലാ ഉപദേശിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. അത് ഞാൻ എടുത്തു പറയാൻ കാരണം യേശുവിന്റെ ഹാബിറ്റ് ആയിരുന്നു. എഗെയിൻ ആൻഡ് എഗെയിൻ ഹി വാസ് ടീച്ചിങ്. അവിടെ നമ്മൾ കാണണം ആ പ്രയോറിറ്റി ദാറ്റ് ജീസസ് ഗേവ് ടു ദി വേർഡ് മിനിസ്ട്രി. കർത്തൃദാസന്മാർ പലരെന്നെ കേൾക്കുന്നുണ്ടായിരിക്കും. നമ്മുടെ സഭകളിലെ ആവശ്യം ഇതാണ്. ഈ അനേക കർത്തൃദാസന്മാർ, കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളുമായിട്ട് വ്യക്തിപരമായി സംസാരിക്കാനിടയായി തീർന്നു. അദ്ദേഹം എന്നെ വിളിച്ചു. ചില കാര്യങ്ങൾ ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ കാഷ്വലായിട്ട് ഞാൻ ചോദിച്ചു, ഹൗസ് ദ ചർച്ച്? അദ്ദേഹം വളരെ ഡിജക്റ്റഡ് ആണ്, ഡിസ്കറേജ്ഡ് ആണ്. അദ്ദേഹം പറയുന്നത്, പാസ്റ്റർ, ഈ ദൈവവചനം നമ്മൾ പറയുമ്പോഴേ അവർ പറയുന്ന കുത്തിയാ പറയുന്നത്, അതുകൊണ്ട് എങ്ങനെയല്ല ഇങ്ങനെയല്ല. ഞാൻ പറഞ്ഞു, ബ്രദറെ, എന്നോടും അങ്ങനെയാ പറയുന്നത്. ജനത്തിന് ഞാൻ മനസ്സിലാക്കിയ ദേ ജസ്റ്റ് ഡോണ്ട് വാണ്ട് ദ വേർഡ്. വേറെ എന്തൊക്കെയോ അത് പരസ്യമായിട്ട് പറയുക. എന്നോട് പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നോ, ദിസ് ഇസ് നോട്ട് ദ വേ ടു ഡു ഇറ്റ്. പൊതുവെ ആളുകൾ ചിന്തിക്കുന്നത് എന്റർടൈൻമെന്റ് ആണ്. ആൻഡ് ഐ വോണ്ട് ടു ടെൽ യു, എന്റർടൈൻമെന്റിനല്ല യേശു മിനിസ്റ്റർ ചെയ്തത്. ഓരോ സിനഗോഗുകളിൽ ഈ ഗാലിലിയിലൂടെ കടന്നു പോകുമ്പോൾ ആളുകളെ ചിരിപ്പിക്കുകയല്ല, അല്ല ആളുകളെ ഏതാണ്ട് തമാശ പറയുക, അല്ല ആളുകളെ എന്റർടൈൻ ചെയ്യല്ല. ഹി വാസ് ടീച്ചിങ്. ദൈവവചന ശുശ്രൂഷയുടെ പ്രയോറിറ്റി കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ നമുക്ക് മനസ്സിലാകണം. ലൂക്കോസ് ഈ ടൂറ് ഗാലിലിയിലെ സിനഗോഗ്സിലെ അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു എന്നാണ്. അപ്പോൾ അതൊരു ടീച്ചിങ് മിഷനായിട്ട് തന്നെയാണ്. അതിന് ഒരു റെസ്പോൺസ് ഉണ്ടായതാണ്. എല്ലാവരും അവനെ പ്രശംസിച്ചു. ഞാനിങ്ങനെ വായിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ജോസിഫസ് എന്ന ചരിത്രകാരൻ പറയുന്നത്, ഗാലിലിയിൽ ഏതാണ്ട് 240ഓളം ടൗണുകളുണ്ട്. അപ്പം ധാരാളം സിനഗോഗുകൾ ഉണ്ടായിരിക്കും. കാരണം ഒരു സിനഗോഗ് സംഘടിപ്പിക്കാനായിട്ട് 10 മെയിൽ ജൂയിഷ് ആളുകൾ മതി. ഈ സിനഗോഗുകളിൽ മാറി മാറി കർത്താവ്, ഹി വാസ് ട്രാവലിംഗ് ആൻഡ് ടീച്ചിങ് ഗോഡ്സ് വേർഡ് കണ്ടിന്യൂസ്ലി. 14-ാം വാക്യമായിട്ട് നമ്മൾ കണക്ട് ചെയ്തത് ചിന്തിക്കുമ്പോൾ, ദാറ്റ് വാസ് ഡൺ ഇൻ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഞാൻ ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞു, ഗാലിലിയിൽ വന്നത് തന്നെ ഹി വാസ് ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. അപ്പൊ ടോട്ടൽ മിനിസ്ട്രിയുടെ കൺട്രോൾ, ലൈഫ്, ഇത് മുഴുവനും ദൈവത്തിന്റെ ആത്മാവിനാലാണ്, കർത്താവിന്റെ സിൻലെസ് ഹ്യൂമാനിറ്റിയിൽ. അപ്പൊ ഇതാണ് നമുക്ക് മാതൃകയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പൊ ജീസസിന്റെ പ്രയോറിറ്റി, ആ ഫോക്കസ് ഇൻ ടീച്ചിങ്, ഇത് ഇന്നത്തെ ലോക്കൽ സഭകൾക്ക് ഇതൊരു ചാലഞ്ചാണ്. ഇറ്റ് ഈസ് എ പാറ്റേൺ ഫോർ ദം ടു ഫോളോ. നിങ്ങളെ ഒരു നിമിഷം ഞാൻ അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് ഒന്ന് ക്ഷണിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ 19 പ്രസംഗങ്ങളുണ്ട് 28 അധ്യായങ്ങളിൽ. അപ്പം ആത്മാവ് അവരുടെ മേൽ വന്ന് what did they do? അപ്പൊ ഇങ്ങനെ ഞാൻ പറയുമ്പോൾ that doesn't mean that there was no healing or no miracles. No, അതെല്ലാം സഭയിലുണ്ട്, ഇന്നും ഉണ്ട്. എന്നാൽ കാതലായ കാര്യങ്ങൾ അവഗണിച്ചല്ല നമ്മൾ മറ്റു കാര്യങ്ങളിലേക്ക് പോകേണ്ടത്. ഈ ആദ്യ നൂറ്റാണ്ടിലെ ദൈവസഭയുടെ ചരിത്രം ലൂക്കോസ് എഴുതുമ്പോൾ പോസിബിളി ഒരു അപ്രോക്സിമേറ്റ്ലി 30 ഇയേഴ്സിന്റെ ഒരു ഹിസ്റ്ററിയാണ് ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസിൽ എഴുതിയിരിക്കുന്നത്. അവിടെ നിങ്ങൾ നോക്കുകയും ആദ്യ നൂറ്റാണ്ടിലെ ദൈവസഭ ടീച്ചിങ്ങിന് കൊടുത്ത പ്രാധാന്യത,
ആക്ട്സ് 2:42 ജെറുസലേം സഭയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ആദ്യത്തെ പ്രയോറിറ്റി ഈ പുതിയ കൺവേർട്സിനെ ദൈവവചനം പഠിപ്പിച്ചു എന്നാണ്. അതിനുശേഷം നമ്മൾ 11-ാം അധ്യായത്തിന്റെ 25-26 വാക്യങ്ങളിൽ ആന്റിയോക്ക് ചർച്ചിൽ പോളും ബർന്നബാസും കൂടെ വചനം പഠിപ്പിച്ചു വന്ന സഭായോഗങ്ങൾ. 18-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ കൊരിന്തിൽ പോൾ ദൈവവചനം പഠിപ്പിച്ചു എന്ന്. 20-ാം അധ്യായത്തിൽ നമ്മൾ എഫെസോസിലേക്ക് വരുമ്പോൾ അതിന്റെ 20-ാം വാക്യവും 31-ാം വാക്യവും 3 വർഷം പോൾ പറയുന്ന ഐ ടോട്ട് യു ദ വേർഡ്. അപ്പം ജീസസിനെ അനുഗമിച്ച അപ്പോസ്തോലിക ശുശ്രൂഷയിലും പ്രയോറിറ്റി ഇസ് ദ വേർഡ് മിനിസ്ട്രി. അതിലിവിടെ എംഫസിസ് കൊടുത്തിരിക്കുന്ന ടീച്ചിങ്ങിനാണ്. വേറെ 2 വാക്യം കൂടെ ഞാൻ വായിക്കാം. മാർക്ക് 1:39. മർക്കോസ് ഈ ഗാലിലിയൻ മിനിസ്ട്രി ഒന്ന് സമ്മറൈസ് ചെയ്യാണ്. അങ്ങനെ അവൻ ഗാലിലയിലൊക്കെയും അവരുടെ പള്ളികളിൽ ചെന്ന് പ്രസംഗിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്തു. അപ്പൊ എഗെയിൻ പള്ളികളിൽ ചെന്ന് പ്രസംഗിക്കുക എന്നുള്ള വാക്കാണ് മാർക്ക് എഴുതിയിരിക്കുന്നത്. വേർഡ് മിനിസ്ട്രി. യെസ്, ഭൂതത്തെ പുറത്താക്കി. പള്ളികളിൽ പോലും ഭൂതം ബാധിച്ച ആളുകൾ ഉണ്ടായിരുന്നു. ആൻഡ് ജീസസ് കാസ്റ്റ് ഔട്ട് ദ ഡീമൺസ്. അപ്പോൾ തന്നെ ഈ വേർഡ് മിനിസ്ട്രി അവഗണിച്ചിട്ടല്ലത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ കാലഘട്ടത്തിൽ അത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അപ്പം നിങ്ങൾ ഒരാൾ പ്രീച്ചർ അല്ല. ഹൗ ഡസ് ദിസ് അപ്ലൈ ടു മീ? ഗിവ് ഇമ്പോർട്ടൻസ് ടു ദ സ്റ്റഡി ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. അത് പ്രയോറിറ്റി ആക്കണം. വ്യക്തിപരമായി വചനം വായിക്കുക, വ്യക്തിപരമായി വചനം മെഡിറ്റേറ്റ് ചെയ്യുക എന്ന ആ കാര്യം നിങ്ങൾ ഏറ്റെടുക്കുകയും വചനം നന്നായി നിങ്ങളുടെ ഇടയിൽ സംസാരിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ ഡിസ്കറേജ് ചെയ്യുന്ന വാക്കുകളും കുറ്റപ്പെടുത്തുന്ന വാക്കുകളൊക്കെ പറഞ്ഞ് ദാറ്റ് ബ്രിങ്സ് സച്ച് ഡിസ്കറേജ്മെന്റ് ടു ദെയർ ഹാർട്ട്സ്. അവർക്കൊരു വാട്സാപ്പ് മെസ്സേജ് ഇട്ട് പാസ്റ്റർ വി ആർ പ്രേയിങ് ഫോർ യു. യു സീ, വേർഡ് മിനിസ്ട്രിയെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. ഇങ്ങനെ ഞാൻ പറയാം, ഈ തലമുറ ദൈവവചനത്തെ അവഗണിച്ചാൽ, നിസ്സാരമായി നമ്മളത് കണക്കിട്ടാൽ, അടുത്ത ജനറേഷനോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമാണ്. ഈ കാര്യം വളരെ ഗൗരവമായിട്ട് ദൈവമക്കൾ മനസ്സിലാക്കണം. ഞാൻ ബോസ്റ്റൺ പ്രെയർ ലൈനിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ചില സമയത്ത് യു ആർ ഗിവിങ് എംഫസിസ് ടു ദ വേർഡ് ഓഫ് ഗോഡ്. അത് കർത്തൃനാമത്തിൽ ഞാനത് അപ്രീഷിയേറ്റ് ചെയ്യാണ്. അല്ലാതെ ചുമ്മാ വന്ന് സൂമിൽ എല്ലാവരും കൂടെ കണ്ട് നിങ്ങളെല്ലാം കൂടെ ഇളക്കുക, കൈയടിക്കുക. ഇപ്പോൾ കൈയടിച്ചാൽ ഏതാണ്ട് കിട്ടും, കൈയടിച്ചാൽ എന്ത് കിട്ടും? ശരിയായ ആരാധന വെളിപ്പെടണേ തന്നെ വി മസ്റ്റ് നോ ദ കൗൺസിൽ ഓഫ് ഗോഡ്. ദൈവവചനം നമ്മൾ അറിയാതെ എങ്ങനെയാണ് ദൈവത്തിന് അർഹിക്കുന്ന ആരാധന നമ്മൾ കൊടുക്കുന്നത്? ഇറ്റ്സ് ഓൾ കണക്റ്റഡ് ടു ദ വേർഡ് ഓഫ് ഗോഡ്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. അവിടെ മാത്യു ജീസസിന്റെ മിനിസ്ട്രി ഇൻ ഗാലിലി സമറൈസ് ചെയ്യുകയാണ്. നോക്കിക്കേ, പിന്നെ യേശു ഗലീലയിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിൽ ഉള്ള സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കുകയും ചെയ്തു. അവന്റെ സ്തുതി സുറിയയിലൊക്കെയും പരന്നു. നാനാവ്യാധികളാലും ബാധകളാലും വലഞ്ഞവർ, ഭൂതഗ്രസ്തർ, ചന്ദ്രരോഗികൾ, പക്ഷവാതക്കാർ, ഇങ്ങനെ സകലവിധ ദീനക്കാരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അവരെ സൗഖ്യമാക്കി. ഗലീലി, തെക്കപ്പൊലി, യെരുശലേം, യഹൂദ്യ, യോർദാൻ അക്കരെ എന്നീ ഇടങ്ങളിൽ നിന്ന് വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. We are not hiding the fact that Jesus did miracles. Yes, he did miracles. He healed the sick. പക്ഷേ മിറക്കിൾസിന്റെ മെൻഷൻ നിങ്ങൾ നോക്ക്. ശരിക്കും അതിനേക്കാൾ പ്രയോറിറ്റി ഈ വാക്യങ്ങളിൽ കൊടുത്തിരിക്കുന്നത് ദൈവവചന ശുശ്രൂഷയ്ക്കാണ്. അപ്പൊ ഒബ്വിയസ്ലി ചോദ്യം ഇതാണ്, അങ്ങനെയാണ് പിന്നെ ഈ മിറക്കിൾസ് എന്തിനാണ്? യോഹന്നാന്റെ ഭാഷ പറഞ്ഞാൽ മിറക്കിൾസ് ആർ സൈൻസ്, ചൂണ്ടുപലകകളാണ്. എന്തിലേക്ക്? ക്രിസ്തുവിങ്കലേക്ക്. കർത്താവ് അന്നത് ചെയ്യുന്ന സമയത്ത്
അവിടുന്ന് മശിയാണ്, അവിടുന്ന് ദൈവത്തിന്റെ പുത്രനാണ്, അവിടുന്ന് ഹ്യൂമൻ ഫ്ലഷിൽ ദൈവമാണ് എന്ന കാര്യം ആളുകൾ മനസ്സിലാക്കി അവിടുന്ന് പറയുന്ന വചനത്തിലേക്ക് അവർ തിരിയേണ്ടതിനാണ് കർത്താവ് ഈ മിറക്കിൾസ് ചെയ്യുന്നത്. യെസ്, he did the miracles in his compassion. He healed the sick. He provided food. അപ്പൊ ഇവർ ഈ മിറക്കിൾസ് കാണുമ്പോൾ ചൂണ്ടുപലകയാണ്. ഇറ്റ് ഈസ് പോയിന്റിങ് ടുവേർഡ്സ് ക്രൈസ്റ്റ്. ജീസസ് ഈസ് ദ മസായ. ജീസസ് ഹാസ് ഫുൾഫിൽഡ് ദ പ്രോമിസസ്. അതവർക്ക് മനസ്സിലാകണം. ഇന്നും അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്യുന്നത്, I believe miracles have not stopped, not ceased. ഇന്നും കൃപാവരങ്ങളുണ്ട്, ഇന്നും അത്ഭുതങ്ങളുണ്ട്. പക്ഷെ എന്തിനാണ് ഈ അത്ഭുതം? ആക്ട്സ് 3-ൽ ഭയങ്കര അത്ഭുതമാണ് നടന്നത്. പക്ഷെ ആളുകളെല്ലാം കൂടെ വരുമ്പോൾ അത്ഭുതം പത്രോസിന്റെയും യോഹന്നാന്റെയും മിനിസ്ട്രിയിലാണ് വെളിപ്പെട്ട ഉടനെ അവരുടെ ഇന്റർവ്യൂ എടുക്കുകയല്ല. ബ്രദറെ ആര് പ്രാർത്ഥിച്ചപ്പോഴാണ് ഇപ്പം നടന്നത്? ഞാനിവിടെ വന്നപ്പം ഒരു ദൈവകൃപ അനുഭവിച്ചു. അല്ല, എന്നാലും പ്രാർത്ഥിച്ചതാരാ? അത് പാസ്റ്റർ പീറ്റർ പ്രാർത്ഥിച്ചു. പ്രൈസലോ, എല്ലാ മഹത്വവും കർത്താവിന് കൊടുത്താട്ടെ. വാസ്തവത്തിൽ ഇതൊക്കെ എന്തൊരു ടെക്നിക്കാണിത് അല്ലേ? ഇത് മുഴുവനും ഫോക്കസ് ചെയ്യുന്ന വ്യക്തിപരമായി അത്ഭുതം ഈ പറയുന്നവർ വേണ്ട നിലയിൽ നടക്കുന്നുണ്ടെങ്കിൽ ഇന്നും അത്ഭുതമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജെനുവിൻ മിറക്കിൾസ് ആർ ഹാപ്പനിങ്. എന്തിനാണ്? ഈ ആളിൻ്റെ ഹൃദയം തുറന്ന് തുടർന്നുള്ള ദൈവത്തിൻ്റെ വചനം അവര് ശ്രദ്ധിക്കുകയും ആ വചനത്തിലൂടെ പ്രസന്റ് ചെയ്യുന്ന ജീസസ് ക്രൈസ്റ്റ് ഓഫ് നാസറത്ത് ഈസ് ദി ഓൺലി സേവിയർ എന്നുള്ളത് അവരുടെ ഉള്ളത്തിൽ വരാൻ വേണ്ടിയാണ് ഇന്നും കർത്താവ് അത്ഭുതം ചെയ്യുന്നത്. അത്ഭുതം അതിൽ തന്നെ വിടുതലല്ല. അത്ഭുതം കിട്ടി, പക്ഷെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചില്ലെങ്കിൽ ആ ആള് പ്രിയരെ നരകത്തിൽ പോവും. അപ്പൊ ഇങ്ങനെ ഞാൻ പറയുന്നത് കൊണ്ട് അത്ഭുതങ്ങളുടെ വാല്യൂ കുറയ്ക്കുകയല്ല. ദ പോയിന്റ് ഈസ് വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദി റോൾ ഓഫ് ദ മിനിസ്ട്രി ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ജീസസ് പ്രയോറിറ്റി അതായിരുന്നു. ആ പെർഫെക്റ്റ് പാറ്റേൺ ഓഫ് ജീസസ് മിനിസ്ട്രി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ദൈവവചനം പറയുന്നിടത്ത് വി ക്യാൻ പ്രേ ഫോർ ദ സിക്ക്. ഭൂതങ്ങൾ മാനിഫെസ്റ്റ് ചെയ്താൽ ഇൻ ജീസസ് നെയിം കാസ്റ്റ് ഔട്ട് ദ ഡീമൺസ്. അപ്പൊ കർത്താവ് ഇതെല്ലാം ചെയ്യുന്നത് ആത്മാവിന്റെ ശക്തിയോടെയാണ്. ഇതാണ് ശരിക്കും ഡിസൈപ്പിൾസ് ഫോളോ ചെയ്യേണ്ടത്. അപ്പൊ ആ പാറ്റേണിൽ പ്രയോറിറ്റി പ്രീച്ചിങ് ആൻഡ് ടീച്ചിങ് ആണ്. അത് ഈ മാത്യു 4:23 മുതലുള്ള വാക്യങ്ങളിലും നമുക്ക് ആ പ്രയോറിറ്റി കാണാൻ കഴിയും. എല്ലാവരും അവനെ പ്രശംസിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. പ്രൈസ്ഡ് ഹിം. അതും വാസ്തവത്തിൽ എഴുതിയിരിക്കുന്ന ആ ഗ്രാമർ ശ്രദ്ധിച്ചാൽ കണ്ടിന്യൂലി ബീങ് പ്രൈസ്ഡ് ബൈ ദ പീപ്പിൾ ഹു ഗ്യാതേർഡ്. അപ്പൊ ജെനുവിൻ മിറക്കിൾസ് ആണ്. അവർ ആ വിടുതലിൽ സന്തോഷിക്കുന്നു. ഉറപ്പാണ് അത്ഭുതങ്ങൾ നടക്കുന്നു. അതൊക്കെ ജനത്തെ കർത്താവിലേക്ക് ആകർഷിച്ചു എന്ന് ഉള്ളതിൽ സംശയമില്ല. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ വന്നവർ പലരും ദുഃഖകരമായ കാര്യമാണ്, they really did not accept Jesus as the Messiah. അതുപോലെ തുടർന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ ആദ്യത്തെ ഈ പ്രശംസ മാറും. ഇപ്പൊ നമ്മൾ അടുത്ത 16 മുതലുള്ള വാക്യങ്ങളിൽ നാസറേത്തിലേക്ക് കർത്താവ് വരികയാണ്. അവിടെയും ആദ്യം ആളുകൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ മെസ്സേജ് കട്ടിയായപ്പോൾ they were ready to kill Jesus. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഈ പോയിന്റിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, ജീസസിന്റെ ആ മിനിസ്ട്രി പാറ്റേൺ നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ ഒരു ദൂത് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിച്ചത് ഞാൻ നിങ്ങളോട് പറയാം. ഈ 15-ാം വാക്യത്തിന്റെ അവസാനം എല്ലാവരും അവനെ പ്രശംസിച്ചത്. 16 മുതലുള്ള വാക്യങ്ങളിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആദ്യം എല്ലാവർക്കും സന്തോഷമായിരുന്നു, പിന്നീട് കോപം കൊണ്ട് നിറഞ്ഞെന്നാ പള്ളിയിൽ. അപ്പൊ ശരിക്കും വചനം പള്ളിയിൽ പറയുകയാണെങ്കിൽ എങ്ങനെയാ നിറയുന്നേ?
ഒത്തിരി ഇടങ്ങളിൽ, എല്ലായിടത്തുമല്ല, ഒത്തിരി ഇടങ്ങളിൽ കോപം കൊണ്ട് നിറഞ്ഞ് കർത്താവിനെ കൊല്ലുവാൻ നോക്കി. ശ്രദ്ധിക്കണം, ഞാൻ ആ ഭാഗം വരുമ്പോൾ പിന്നെ ഇത് ആവർത്തിക്കും. ഉടനെ കർത്താവ് അങ്ങ് ഡിസ്കറേജ്ഡ് ആയി, ഡിജക്റ്റഡ് ആയി പോയില്ല. ഈ പ്രശംസിക്കുന്ന സമയത്ത് ക്യാരിയഡ് അവേ ആകരുത്. തള്ളിപ്പറഞ്ഞ് ഉപദ്രവിക്കുന്ന സമയത്ത് ഡിസ്കറേജ്ഡും ആകരുത്. ഇഫ് യു ആർ ആൻ അനോയിന്റഡ് ഡിസൈപ്പിൾ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഈ മാതൃക മറക്കരുത്. നമുക്കൊരു സാക്ഷ്യം പറയാനൊരു അവസരം കിട്ടി, നമുക്കൊരു വചനം പറയാൻ, ഒരു പ്രബോധനം പറയാനൊരു അവസരം കിട്ടി. നമ്മൾ എഴുന്നേറ്റ് നിന്ന് ദൈവകൃപയിൽ ആശ്രയിച്ച് ആത്മാവിന്റെ നടത്തിപ്പിൽ വചനം പറഞ്ഞു. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടാനല്ലേ പറയുന്നത്, ആത്മാവ് തന്നതാ പറയുന്നത്. എല്ലാരെയും ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ അത് വേറെ എന്തെങ്കിലും കാര്യം. ആത്മാവ് തരുന്നത് പറഞ്ഞാൽ പ്രശംസ ഉണ്ടാകും. പക്ഷെ പ്രശംസ ഉണ്ടായടുത്ത് തന്നെ ശക്തമായ എതിർപ്പുണ്ടാകും. ദേ ക്യാൻ ത്രോ യു ഔട്ട് ഓഫ് യുവർ ചർച്ച്. അന്നേരം എല്ലാവരും എന്നെ ഇങ്ങനെ എനിക്ക് അങ്ങ് ഫീൽ ചെയ്തു. എന്തിനു ഫീൽ ചെയ്തു? ആത്മാവ് പറഞ്ഞല്ലേ പറഞ്ഞേ ആണെങ്കിൽ ഫീലൊന്നും ആകേണ്ട കാര്യമില്ല. God is in control. ഒരിടത്ത് വേണ്ടെങ്കിൽ if they throw you out, we'll go to the next place and still preach the word as the Holy Spirit leads. സ്തോത്രം. ഈ പ്രശംസിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളങ്ങ് വാനോളം അങ്ങ് പുകഴ്ത്തി എന്ന് പറയുമ്പോൾ നമ്മളങ്ങ് മണ്ടേ ചെന്നിരിക്കും. പിന്നെ ഒരു എതിർവാഗ് പറയുമ്പോൾ നമ്മൾ അവർ ഹോൾ ക്രാഷ് ഡൗൺ ചെയ്തു വരും. അതുണ്ടാകരുത്. ഫോളോ ജീസസ് ക്രൈസ്റ്റ്. പ്രശംസിച്ചപ്പോൾ അവിടുന്ന് ക്യാരിഡവേ ആയില്ല. ആളുകളെ തള്ളിയിട്ട് കൊല്ലാൻ തുടങ്ങിയപ്പോൾ വളരെ സിമ്പിളായിട്ട് എഴുതിയിരിക്കുന്നത്, ജീസസ് ജസ്റ്റ് മൂവ്ഡ് ഓൺ ആൻഡ് അടുത്ത സിനഗോഗിൽ പോയി പ്രസംഗിച്ചു. ഈ പരിശുദ്ധാത്മാവിന്റെ പവർ, അതിലെല്ലാം ഞാൻ കാണുന്നത് പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റാണ്. നമ്മൾ കേവലം മനുഷ്യർക്ക് ചില ഫീലിംഗും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഓവർകം ചെയ്ത് അടുത്ത യോഗത്തിന് എങ്ങനെയാ നമ്മൾ പോകുന്നത്? റിജക്റ്റ് ചെയ്ത് മേലാൽ ഇങ്ങനെ പ്രസംഗിക്കരുതെന്ന് പറയുന്നവരുടെ നടുവിൽ ചെന്ന് പിന്നെയും പ്രസംഗിക്കുന്നത്, അത് നമ്മുടെ മാനുഷിക കപ്പാസിറ്റിയിൽ ഇംപോസിബിൾ. ആൻഡ് ഡോണ്ട് ഈവൻ ട്രൈ ഇറ്റ്. വി നീഡ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഫോളോ ക്രൈസ്റ്റ്. ഇനി 16 മുതൽ 31 വരെയുള്ള വാക്യം, ഇത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രമേ ഡീറ്റെയിൽ ഉള്ളൂ. Therefore it is very important. അപ്പൊ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, കർത്താവ് ഹോം ടൗൺ നാസറത്ത് ചെല്ലുന്നു, വിച്ച് ഇസ് ഇൻ ഗാലിലി. അവിടെ ആദ്യത്തെ ഇനീഷ്യൽ റിസപ്ഷനും അതിനുശേഷം ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ കർത്താവിനെ തിരസ്കരിക്കുന്ന രംഗമാണ്. മർക്കോസ് 6:1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ രണ്ടാമതും കർത്താവ് നസറേത്തിൽ പോയി. വേദപണ്ഡിതന്മാർക്ക് അവിടെ അല്പം ഡിസ്പ്യൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. A second time, after some time, he went to Nazareth, the synagogue in Nazareth. Again they rejected him. ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം ഇതൊന്ന് നോയിക്കുക നിങ്ങൾ. ഞാൻ ഇപ്പോൾ പറഞ്ഞതിന്റെ തുടർമാനമായി, who is Jesus? He is the Son of the Most High God. ജീസസിന്റെ ഹ്യൂമാനിറ്റിയിൽ, സിൻലെസ് ഹ്യൂമാനിറ്റിയിൽ, ആത്മാവിനാൽ നടത്തപ്പെട്ട് ആത്മാവിനാൽ പ്രസംഗിക്കുന്ന, ആത്മാവിനാൽ ശുശ്രൂഷിക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ റിജക്റ്റ് ചെയ്തു. യോഹന്നാൻ 1:9 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾക്ക് മനപ്പാഠം അറിയാം. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. 10-ാം വാക്യം, അവൻ ലോകത്തിൽ ഉണ്ടായിരുന്ന, ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. The Creator came into his creation as a creature. ലോകം അവനെ അറിഞ്ഞില്ല. By the way, ആ പ്രയോഗം കർത്താവിൽ പ്രസിദ്ധനായിരിക്കുന്ന ഒരു ദൈവദാസന്റെതാണ്. അത് ഞാൻ എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് 11-ാം വാക്യം, അവൻ സ്വന്തത്തിലേക്ക് വന്നു, ടു ദ ജ്യൂസ്. സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. ജീസസ് വാസ് റിജക്റ്റഡ് ബൈ ദ നേഷൻ. ഇത് ശിഷ്യരാകുന്ന
ശിഷ്യത്വത്തിലേക്ക് പോകുന്ന നമ്മളിത് മനസ്സിലാക്കണം. ചിലപ്പോൾ സ്വന്തം വീട്ടുകാർ നമ്മളെ റിജക്റ്റ് ചെയ്യും, നാട്ടുകാർ റിജക്റ്റ് ചെയ്യും. നമ്മളോടെല്ലാം പറഞ്ഞിരിക്കുന്ന ദൂത് വേറൊന്നാ. സ്വന്തം നാട്ടിൽ നിന്നെ എന്ത് ചെയ്യും? എല്ലാം ഏറ്റു പറയുന്നുണ്ട്, കാരണം അത് നമ്മൾ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട് അല്ലേ. എവിടെ നിന്നെ തള്ളിയോ അവിടെ തന്നെ നിന്നെ മാനിക്കും. അതിന് നമ്മൾ ഒത്തിരി കൈയടിച്ചിട്ടുമുണ്ട്. നസറേത്തിൽ 2 തവണ റിജക്റ്റ് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ആദ്യത്തെ തവണ എല്ലാവർക്കും കയറിയപ്പോൾ സന്തോഷമായിരുന്നു. പക്ഷെ ആ മീറ്റിംഗ് മുന്നോട്ട് പോയപ്പോൾ they were not willing to accept what Jesus said. അപ്പോൾ ഇതാണ് പ്രാരംഭത്തിൽ നമ്മൾ കാണുന്നത്. നാസറത്തിൽ അവൻ വളർന്ന നസറത്തിൽ വന്നു. ശബത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. ജീസസ് is returning to his hometown നാസറത്ത്. അപ്പൊ അതിന്റെ ആദ്യ ഭാഗം അവിടുന്ന് നാസറത്തിൽ, വളർന്ന നാസറത്തിൽ അവിടുന്ന് വന്നു എന്നാണ്. കർത്താവായ യേശുക്രിസ്തു നമുക്കറിയാം ബേത്ലഹേമിലാണ് അവിടുന്ന് ജനിച്ചത്. അതിനുശേഷം അവിടുന്ന് കഫർനഹൂം ഹോം ടൗൺ ആക്കി. എന്നാൽ എപ്പോഴും നാസറത്തുമായിട്ട് അവിടുന്ന് മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ കണക്റ്റഡ് ആയിട്ട് നിന്നു എന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ, പ്രത്യേകിച്ച് നാസറത്തുകാർ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഫർനഹൂമിൽ പോയാണ് കർത്താവ് മിനിസ്ട്രിയുടെ പ്രധാന സ്ഥലം ആക്കുന്നത്. അപ്പൊ ഈ നാസറത്തിനെ കുറിച്ച് ഒരു വാക്ക് ഞാൻ പറയാം. അത് നമുക്ക് ചിന്തിക്കേണ്ട ഒരു ദൂതാണ്. നാസറത്ത് ന്യൂയോർക്ക് അല്ല. നാസറത്ത് സിറ്റി എന്നും ടൗൺ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊരു സാധാരണ ഗ്രാമമാണ്. നാസറത്ത് എന്ന് പറയുന്ന ഒരു സാധാരണ വില്ലേജ് ആണ്. പഴയ നിയമത്തിൽ ഈ ഒരു ഗ്രാമത്തെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ട് പോലുമില്ല. എന്ന് പറഞ്ഞാൽ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിരിക്കുന്ന ഒരു ഗ്രാമം. ജീസസ് അവിടെ വളരാനായിരുന്നു പിതാവാം ദൈവത്തിന്റെ ഇഷ്ടം. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം, ഇങ്ങനെയാണ് ചരിത്രകാരന്മാർ പറയുന്നത്, ഒരു 400 ചില്ലുവാനം ആളുകൾ മാത്രമേ ഉള്ളൂ പോപ്പുലേഷൻ. അപ്പൊ അറിയപ്പെടാത്ത, ഓക്കെ, നിങ്ങൾക്കെല്ലാം അറിയാമെന്ന ഒരു പ്രയോഗമാണല്ലോ നഥാനിയേൽ പറഞ്ഞത് അല്ലേ? എന്താണ്? അവിടുന്ന് വല്ല നന്മയും, നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? അതെ, ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രാമം. സാധാരണക്കാരിയായ പെൺകുട്ടി മേരി, ജോസഫ് എ കാർപ്പൻ്റർ, ഇതെല്ലാം സാധാരണ. ജീസസ് അവിടെയാണ് ബോൺ ആകുന്നത്. പക്ഷെ ജീസസ് ആരാണ്? അവിടെ നിന്നുമാണ് ലോകരക്ഷിതാവാകുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ പിതാവാം ദൈവം കൊണ്ടുവരുന്നത്. ഇൻ ഹിസ് ഹ്യൂമാനിറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് തരുന്ന ദൂതെന്താ? ഒക്കെ ഞാൻ വലിയ അറിയപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗമൊന്നുമല്ല, ഞാനിവിടെ അറിയപ്പെട്ട ഒരു വലിയ പട്ടണത്തിൽ ഒന്നുമല്ല. ഇതൊന്നുമല്ല വിഷയം. ദൈവം തെരഞ്ഞെടുത്ത് അഭിഷേകം പകർന്ന് വേലകൾക്ക് നമ്മളെ നിയോഗിക്കുകയാണ്. അയ്യോ, ഞാൻ ഈ കുടുംബത്തിലായിപ്പോയല്ലോ, ഈ ഒരു ഗ്രാമത്തിലായി. ന്യൂയോർക്കിലായിരുന്നെങ്കിൽ വേണ്ട. ന്യൂയോർക്കിലുള്ളവർക്കായി സ്തോത്രം, വേറെ എവിടെ ഉള്ളവർക്കായി സ്തോത്രം, വലിയ ജോലി ഉള്ളവർക്കായി സ്തോത്രം. ഒരു ജോലി ഇല്ലേലും പ്രശ്നമില്ല. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് God can bring you out of the situation to do a powerful ministry, not for your glory, for the glory of King Jesus and the extension of the kingdom of God. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. വളരെ ഒബ്സ്ക്യൂർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് ജീസസ് വരുന്നത്. ജീസസിന്റെ മാതൃദേശം അതാണ്. ഇതുപോലെ ഇപ്പോൾ നിങ്ങളുടെ ലോക്കൽ ചർച്ച് എനിക്കറിയത്തില്ല, നിങ്ങളുടെ ചർച്ചിലൊക്കെ നിങ്ങൾ ഇരിക്കുക, നിങ്ങൾ ആ പുറയിൽ പോയി ഒരു ബെഞ്ചിൽ അല്ലെങ്കിൽ ഒരു കസേരയിൽ നിങ്ങൾ ഇരിക്കുക, നിങ്ങളെ ആരും മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. നിങ്ങളവിടെ ഇപ്പോൾ 4-5 വർഷമായി, ആരും ഒരു കൈൻഡ് വേർഡ് പോലും പറഞ്ഞില്ല. ജസ്റ്റ് ഗോ ദേർ, യു ആർ പാർട്ട് ഓഫ് ദ സർവീസ്. അതൊന്നും വിഷയമല്ല. ഞാൻ നിങ്ങളോട് പറയാം, ഒറ്റയാൾ നിങ്ങളെ പ്രസംഗിക്കാൻ മുന്നോട്ട് വിളിച്ചില്ലെങ്കിലും
ദൈവം നിങ്ങളെ ആ ശുശ്രൂഷയ്ക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ അവിടുത്തെ അഭിഷേകം പകർന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ ഞാൻ അനുഭവത്തിന്റെ വെളിച്ചത്തിലൂടെയാണ് പറയുന്നത്. അനുഭവത്തിന്റെ വെളിച്ചത്തിലൂടെയാണ്, ദൈവവചനത്തെ ബേസ് ചെയ്തുകൊണ്ടുമാണ് ഞാൻ പറയുന്നത്. അപ്പം ആരെങ്കിലും ഒരു വേണ്ടേ ബ്രദറെ നമുക്ക് മുന്നോട്ടൊന്ന് വിളിക്കാൻ, നമ്മളെ ഒന്ന് സഹായിക്കാൻ, അല്ലെ നമ്മളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒന്നും വേണ്ട, ഉണ്ടെങ്കിൽ നല്ലത്. വിശ്വസ്തരായി നിൽക്കുക. Don't lose heart. Look at Jesus coming from Nazareth. And Father Godന്റെ ഇഷ്ടം അതായിരുന്നു, ഒരു ഇൻസിഗ്നിഫിക്കന്റ് വില്ലേജിൽ നിന്ന് കർത്താവിനെ പുറത്തു കൊണ്ടുവരിക. And he did a ministry, a powerful ministry. ഇന്ന് വരെ ലോകം കാണാത്ത അനുഗ്രഹിക്കപ്പെട്ട ശക്തമായ ഒരു ശുശ്രൂഷ. വാസ്തവത്തിൽ ഇന്നും ആ ശുശ്രൂഷയാണ് നമ്മൾ അനുഭവിക്കുന്നത് ഈ വചനത്തിലൂടെ. മറന്നു പോകരുത്. മാത്രമല്ല, നമ്മുടെ എല്ലാം പാപത്തിന് പരിഹാരമായി അവിടുന്ന് മിനിസ്ട്രിയുടെ ക്ലൈമാക്സിൽ കാൽവറി ക്രൂശിൽ നമുക്ക് യാഗമായി തീർന്നു. സോ നാസറത്തിലാണ്, ഇറ്റ് ഓൾ സ്റ്റാർട്ട്സ് ഹിയർ ഇൻ നാസറത്ത്. അവൻ വളർന്ന നാസറത്തിൽ വന്നു, ഗാലിലിയൻ മിനിസ്ട്രിയിൽ. ശബത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചേർന്നു. അത് വളരെ സൂക്ഷിച്ച വാക്ക്, ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. പതിവ് പോലെ, ആസ് വാസ് ഹിസ് കസ്റ്റം എന്ന് പറഞ്ഞ, ജീസസ് ഹാഡ് എ ഹാബിറ്റ് ഓഫ് ഗോയിങ് ടു ദ സിനഗോഗ്. പള്ളി എന്നുള്ള സിനഗോഗ് എവ്രി സാബത്ത്. ഇതിനകത്തുനിന്ന് നമ്മൾ എന്ത് ദൂതാണ് ലഭിക്കേണ്ടത്? പൗലൂസിനെ കുറിച്ച് ഇത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോസ്തലർ പ്രവൃത്തി 17-ാം അധ്യായത്തിന്റെ 1-2 വാക്ക്. അവർ അംഫിപ്പോലിസിലും അപ്പോലോന്യയിലും കൂടി കടന്ന് തെസ്സലോനിക്കയിലെത്തി. അവിടെ യഹൂദന്മാരുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. പൗലൂസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്ന് 3 ശബത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. ഇതിനകത്തുനിന്ന് നമുക്ക് കിട്ടുന്ന മെസ്സേജ് ഉണ്ട്. എവ്രി സാബത്ത് ജീസസ് വുഡ് അറ്റൻഡ് ദ സിനഗോഗ്. നമുക്കറിയാം, ഇന്ന് നമ്മളെ സംബന്ധിച്ചോളം യഹൂദന്മാരുടെ സിനഗോഗ് അല്ല, നമ്മളെ സംബന്ധിച്ചോളം സാബത്ത് അല്ല. ഉയർപ്പിന്റെ ദിവസം, ഓൺ സൺഡേ, നിങ്ങളിൽ എത്ര പേർ റെഗുലറായി ചർച്ചിൽ പോകുന്നുണ്ട്? ഇതിനകത്ത് നമ്മൾ കിട്ടേണ്ട ഒരു ദൂത് അതാണ്. ജീസസ്, ഞാൻ സിനഗോഗ് എന്നുള്ളത് നമുക്ക് ആപ്ലിക്കേഷനായിട്ട് പറയാം, ജീസസ് അറ്റൻഡഡ് ചർച്ച് വിത്തൗട്ട് ഫെയിൽ. ദാറ്റ് വാസ് ഹിസ് കസ്റ്റം. അപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അവിടുത്തെ പ്രസംഗം എല്ലാം കർത്താവിന് ഇഷ്ടപ്പെട്ട് കാണുമെന്നോ? അവരെന്തെല്ലാം കാര്യങ്ങളായിരിക്കും പറയുന്നത്. ജീസസ് ഒരു സാധാരണ വിശ്വാസിയുടെ കൂട്ട് അവിടെ ഇരിക്കുക, ലിസണിങ് ടു ഓൾ ദീസ് പ്രീച്ചേഴ്സ്. ആത്മാവ് അവിടുത്തെ മേൽ വന്നു കഴിഞ്ഞിട്ടാണ് ഈ ശുശ്രൂഷ നടക്കുന്നത്. അതിന് മുമ്പോ ഹി വാസ് റെഗുലർ. ഇത് വളരെ നമ്മൾ ഈ കാലഘട്ടത്തിൽ ചിന്തിക്കണം. ഇപ്പൊ ഒരു സിനഗോഗില്, അത് വാസ്തവത്തിൽ ഫ്രൈഡേ സൺസെറ്റ് മുതൽ സാറ്റർഡേ സൺസെറ്റ് വരെയാണ് അവരെല്ലാം കൂടി ഒരുമിച്ച് ഒരു ലോക്കൽ സിനഗോഗിൽ കൂടി പ്രാർത്ഥിക്കും, ആരാധിക്കും, ന്യായപ്രമാണ പുസ്തകം വായിക്കും. അതിനുശേഷം ആരെങ്കിലും ദൈവവചനത്തിന്റെ ഒരു എക്സ്പോസിഷൻ നടത്തും. ഇങ്ങനെ ഒരു പതിവാണ് ശുശ്രൂഷകളിൽ ഉണ്ടാകുന്നത്. അപ്പൊ കർത്താവ് അങ്ങനെ അറ്റൻഡ് ചെയ്തു സിനഗോഗ്. ഇത് തന്നെ നമുക്ക് പൗലൂസിന്റെ ശുശ്രൂഷയിൽ ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ കാണാൻ കഴിയും. അപ്പൊ ഇത് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അല്ല വാസ്തവം, ഞങ്ങളൊരു വെക്കേഷന് പോയി, ഹോളിഡേ ആയിരുന്നു. അപ്പൊ പിന്നെ അവിടെ ഒരു സഭയിൽ അങ്ങ് പോകാന്നുള്ളതാണ് അല്ലേ? ഒത്തിരി ആളുകളുടെ ഉള്ളിലിരിക്കുന്ന ചിന്ത, സഭയിൽ അങ്ങനെ പോയില്ലെങ്കിലും കുഴപ്പമില്ല, ചർച്ച് ഇസ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ് ബ്രദറെ. ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധമായത്, എനിക്ക് പോയില്ലേലും വീട്ടിലിരുന്ന് ഞാൻ ആരാധിക്കും. വീട്ടിലിരുന്നും ആരാധിക്കണം, അതിന് കുഴപ്പമില്ല. പക്ഷേ ദൈവമക്കൾ കൂടി വരുന്ന ഇടത്ത് എല്ലാ ആഴ്ചയിലും പോയി ദൈവത്തെ ആരാധിക്കണമെന്നുള്ളത് ദൈവവചനത്തിന്റെ വ്യവസ്ഥയാണ്. അങ്ങനെ ഒരുമിച്ച് കൂടി വരുന്ന ഒരു ബോഡിയെയാണ്
കൊരിന്ത് ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, നാം ദൈവത്തിന്റെ മന്ദിരമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? വ്യക്തിപരമായി എഴുതിയിട്ടുണ്ട് 6-ാം അധ്യായത്തിൽ. ഞാൻ ആദ്യം ഉദ്ധരിച്ചത് 3-ാം അധ്യായത്തിലാണ്. We are the temple of the Holy Spirit. അത് പ്ലൂറലായിട്ട് എഴുതിയിട്ടുണ്ട്. Talking about the church. Individually also we are temple of God, no doubt. But church is important എന്ന കാര്യം ഞാൻ പറയാനാ. കർത്താവിന് ഇങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നു, പതിവുണ്ടായിരുന്നു. അറ്റൻഡിങ് എ ലോക്കൽ ചർച്ച്. ഒരു ബോൺ അഗെയിൻ ഡിസൈപ്പിൾ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇത് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അല്ലാതെ ഏത് ന്യായവും കണ്ടുപിടിച്ചിട്ട് സഭായോഗങ്ങളെ അലക്ഷ്യമാക്കുന്ന പതിവ് നിർത്തണം. Make it a habit. Your children must see that and they must follow your path. ആ പാറ്റേൺ നമുക്ക് അവർക്ക് മുമ്പിൽ കാണിക്കണം. അല്ലാതെ അന്നത്തെ ദിവസം എന്താ ഇരട്ടി ശമ്പളം കിട്ടും, എന്നാൽ പിന്നെ അങ്ങോട്ടങ്ങ് പോയേക്കാം. അല്ല, അതെല്ലാം ദൈവം അറിയുന്നില്ലേ? നമുക്ക് അവിടെയും ദൈവത്തെ ആരാധിക്കാമല്ലോ. എൻ്റെ പ്രിയരെ, ഞങ്ങളുടെ ഇവിടുന്ന് സർവീസ് ലൈവായിട്ട് പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. ലോകത്തിൽ പലയിടത്തുനിന്ന് ആളുകൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. നല്ല കാര്യമാണ്. ബട്ട് ദാറ്റ് cannot റീപ്ലേസ് എ ലോക്കൽ ചർച്ച്. ലോക്കൽ ചർച്ച് പ്രധാനപ്പെട്ടതാണ്. ജീസസ് went to the synagogue at Nazareth. That was his habit. It was his custom. കർത്താവിനെ ഫോളോ ചെയ്യാൻ തയ്യാറാണോ? പാസ്റ്റർ അവിടെ എല്ലാം രാഷ്ട്രീയമാണ്. യു സ്റ്റിൽ ഗോ. യു സ്റ്റിൽ ഗോ. കർത്താവ് നട്ടിരിക്കുന്ന സഭയായതുകൊണ്ട് യു ഗോ. അവിടെ നടക്കുന്നതെല്ലാം നമുക്ക് ചിലപ്പോൾ ചിലതൊക്കെ ഇഷ്ടപ്പെട്ടില്ലെന്ന് വരാം. കർത്താവ് നമ്മളെ അവിടെ നിർത്തുന്നിടത്തോളം അവിടെ വിശ്വസ്തരായി നിൽക്കുക. കർത്താവിനുള്ള വേറെ ഒരു ഹാബിറ്റ് ഞാൻ കാണിക്കാം നിങ്ങളെ. ലൂക്കോസിന്റെ സുവിശേഷം 22:39-40 വാക്യം. പിന്നെ അവൻ പതിവ് പോലെ ഒലിവുമലയിലേക്ക് പുറപ്പെട്ടു പോയി. ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു. ആ സ്ഥലത്ത് എത്തിയപ്പോൾ അവൻ അവരോട്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു. He had a custom of praying. നമുക്കുണ്ടോ? സമയം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് പാസ്റ്റർ. ഏതായാലും കഴിഞ്ഞ വർഷത്തെക്കാട്ടിലൊക്കെ ബെറ്ററായി. ജീസസിന്റെ കഷ്ടം നിങ്ങൾ കണ്ടോ? ശുശ്രൂഷകരായിരിക്കുന്ന ഞങ്ങൾക്കൊക്കെ ഒത്തിരി കാര്യം പറയാനുണ്ട്. ഒത്തിരി ശുശ്രൂഷയിൽ ഒരുപാട് ബിസിയാണ്. ഏതായാലും ഞാൻ എല്ലാവരോടും പറയുന്നത്, യേശുവിനെക്കാട്ടി ബിസി ആകരുത് കേട്ടോ. ജീസസിന്റെ ഹെക്ടിക് സ്കെഡ്യൂളിൽ he had time to pray. It was his habit to pray. പിതാവിന്റെ സന്നിധിയിൽ ഇരുന്ന് പിതാവിന്റെ ആലോചന തേടി ആത്മശക്തിയോടെ അത് പൂർത്തീകരിക്കുക. ജീസസിന്റെ മറ്റൊരു ഹാബിറ്റൂടെ ഞാൻ തിരുവെഴുത്തിലൂടെ കാണിക്കാം. അത് സംബന്ധിച്ച് ഞാൻ ആദ്യം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും വാക്യം ഒന്ന് കാണിക്കാം. മർക്കോസ് 10:1. അവിടെ നിന്ന് അവൻ പുറപ്പെട്ട് യോർദാനക്കരെ യഹൂദദേശത്തിന്റെ അതിരോളം ചെന്നു. പുരുഷാരം പിന്നെയും അവന്റെ അടുക്കൽ വന്നുകൂടി. പതിവ് പോലെ അവൻ അവരെ പിന്നെയും ഉപദേശിച്ചു. പള്ളിയിൽ പോവുക, പ്രാർത്ഥിക്കുക, ഉപദേശിക്കുക, ഇത് കർത്താവിന്റെ പതിവായിരുന്നു. ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു ശിഷ്യൻ എന്ന നിലയിൽ, യേശുവിനെ അനുഗമിക്കുന്ന ഒരു ശിഷ്യൻ എന്ന നിലയിൽ വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ നമുക്കിത് കോപ്പി ചെയ്യാം. അല്ലാതെ ഒരു പുതിയ പോയിന്റ് കിട്ടിയാൽ ശരിയാ, ഞാൻ അത്രയും ചെയ്യുന്ന 3 കാര്യമുണ്ടല്ലേ, അപ്പൊ അതെല്ലാം ഒന്ന് കുറിച്ചോളൂ, നല്ല കാര്യം. പക്ഷെ സിൻസിയർലി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ആസ് ഡിസൈപ്പിൾസ് ഐ ഹാവ് സറണ്ടർഡ് മൈ ലൈഫ് ടു ബി എ ഡിസൈപ്പിൾ, ടു ഫോളോ യു ദ റെസ്റ്റ് ഓഫ് മൈ ലൈഫ്. Give me the anointing. Give me the power of the Holy Spirit. So that these things which were your custom, which was your habit, I want to follow that. I want to imitate that in my life. I want to copy that in my life. അങ്ങനെ നമുക്ക് അതിനെ ഒന്ന് ഏറ്റെടുക്കാം. എന്നിട്ട് 16-ാം വാക്യത്തിൽ പിന്നെയും നമ്മൾ 16-ാം വാക്യത്തിൽ നിൽക്കുകയാണല്ലോ. 16-ാം വാക്യം. അവൻ വളർന്ന നസ്രത്തിൽ വന്നു. ശബത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്നു. അടുത്തത്, വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു.
എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വായിപ്പാൻ എഴുന്നേറ്റത്. അപ്പൊ ഇവിടെ ആ വാക്കുകളുടെ ധ്വനി എഴുത്തുകാരൻ ലൂക്ക് ഇംപ്ലൈഡ് ആയിട്ട് പറയുന്നത്, ഈ പള്ളിയിലെ പ്രമാണി യേശുവിനെ ഇൻവൈറ്റ് ചെയ്തു എന്ന അർത്ഥമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വായിക്കാനും തുടർന്ന് ആ വായിച്ച വേദഭാഗത്തെ കമന്റ് ചെയ്യാനും അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനും. അല്ലാതെ വെറുതെ നമ്മൾ സിനോഗോഗിലങ്ങ് വായിക്കാനായിട്ട് എഴുന്നേറ്റ് നിൽക്കുകയല്ല. ഞാനൊരു വാക്യം നിങ്ങളെ കാണിക്കാം. അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. ഒരു സിനഗോഗിലെ പതിവ് നമുക്കവിടെ കാണാൻ കഴിയും. ന്യായപ്രമാണവും പ്രവാചകങ്ങളും വായിച്ചു തീർന്നപ്പോൾ പള്ളിപ്രമാണികൾ അവരുടെ അടുക്കൽ ആളയച്ചു, സഹോദരന്മാരെ, നിങ്ങൾക്ക് ജനത്തോട് പ്രബോധനം വല്ലതും ഉണ്ടെങ്കിൽ പറവീൻ എന്ന് പറയിച്ചു. അപ്പൊ വായിക്കാൻ ആകട്ടെ, ഇതുപോലെ പ്രബോധിപ്പിക്കാൻ. ഇവിടെ പൗലോസും ബർന്നബാസുമാണ്. 1-ാം മിഷണറി യാത്രയിൽ നടന്ന ഒരു സംഭവമാണ്. ഈ പള്ളിയിലെ ഒരു ലീഡറുണ്ട്. അവരുടെ ഇൻവിറ്റേഷൻ അനുസരിച്ച് ആണ് കാര്യങ്ങൾ അവിടെ നടക്കുന്നത്. അപ്പോൾ ഈ ശബത്തിൽ കർത്താവ് യേശുക്രിസ്തുവിനെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്, ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് പഴയ നിയമ തിരുവെഴുത്തിൽ നിന്ന് വായിക്കുവാൻ. സ്തോത്രം. അപ്പൊ അങ്ങനെ ഇൻവൈറ്റ് ചെയ്തപ്പം, ബ്രദറെ എനിക്ക് നിയോഗമില്ല. ചിലർ അങ്ങനെ ഒരാളുകളുണ്ട്. ഐ എം ടു സ്പിരിച്വൽ ഫോർ യു. ഇല്ലേ? ഓ, ഇവിടൊക്കെ എന്നെ പ്രസംഗിക്കാനാ. സ്തോത്രം. എന്നെ ലോകരാഷ്ട്രങ്ങളിലേക്ക് അയച്ചിരിക്കുകയാണ്. എത്ര പേരുണ്ട് നിങ്ങളുടെ ലോക്കൽ ചർച്ചിൽ? ഇവിടെ 25 പേര്. 25 പേര്. എന്നെ നിങ്ങൾക്ക് വിളിക്കാൻ എങ്ങനെ തോന്നി? ഇതൊക്കെയാണ് ഭയങ്കര പുള്ളികളുടെ മനസ്സിലിരിക്കുന്നത്. ഇത് പ്രിയർ മനസ്സിലാക്കണം. ശമരിയക്കാരത്തി ആ ഒരു സ്ത്രീക്ക് വേണ്ടി അവർ ലോർഡ് ഓൾമോസ്റ്റ് വാക്ക്ഡ് 20 miles just for that one soul. ഭയങ്കരമാ പല കാര്യങ്ങളും. തുറന്ന് ഞാൻ പലക്കെ അങ്ങ് പറയാ കേട്ടോ. കൺവെൻഷൻ ഇടങ്ങളിൽ വന്ന് അവർ പ്രതീക്ഷിക്കുന്ന ക്രൗഡ് ഇല്ലെങ്കിൽ തിരിച്ചു പോകുന്ന സോക്കോൾഡ് പ്രസംഗികൾ കേരളത്തിലുണ്ട്. റേറ്റ് പറഞ്ഞു പോകുന്ന ആളുകളുണ്ട്. ഇന്ന കാർ ആയിരിക്കണം റിസീവ് ചെയ്യാൻ വരുന്നത് എന്ന് പറഞ്ഞ് സംഘാടകരെ കൊണ്ട് ഉറപ്പ് വരുത്തി പോകുന്ന പുള്ളികളുണ്ട്. ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം, യേശുവിനെ അല്ല റെപ്രസെന്റ് ചെയ്യുന്നത്. വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ഈ യേശുവിനെ പോലെയാകുക. ഇത് ഏതാണ്ട് എന്തുവാ, ഞാൻ 500 പേര് കുറഞ്ഞുള്ളതൊന്നും നമുക്ക്, ബ്രദറെ, എനിക്കങ്ങ് ടൈമില്ല. ആളിനെ നിങ്ങൾ കൂട്ട്. അപ്പൊ ആളിനെ കൂട്ടാൻ എന്ത് ചെയ്യണം? അറിയപ്പെട്ട ഗായക സംഘങ്ങളെ 1-2 പേരൊക്കെ ഇറക്കി അതിന്റെ ഇതൊക്കെ കൊടുത്ത് ആളുകളെ കൂട്ട്. കുറഞ്ഞു പോയാൽ പ്ലീസ് ഒക്കെ തരാം. എന്നിട്ട് ആദ്യം ഇവരുടെ മാനേജർമാർ വരും. മാനേജർമാർ വന്നാണ് എല്ലാം ഒന്ന് വിലയിരുത്തുന്നത്. കാരണം നമ്മുടെ വല്യച്ചായൻ വന്നാൽ ഇവിടെ പ്രസംഗിക്കാൻ ഒക്കുമോ, അദ്ദേഹത്തിന്റെ സ്റ്റാൻഡേർഡിന് ഒത്തതാണോ? മാനേജർ വരും. ഇത് വേറെ വല്ല സെക്യുലർ കമ്പനിയിലും ചെലവാകും. ദിസ് ഇസ് നോട്ട് ക്രിസ്ത്യൻ മിനിസ്ട്രി. ഒരു സിനഗോഗ് അറ്റൻഡന്റ് വന്ന്, അല്ലെങ്കിൽ ഒരു പ്രമാണി വന്നിട്ട് കർത്താവിനെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ, അത്താഴ്മ നിങ്ങൾ കണ്ടോ? അത്താഴ്മ. He is going to read the Bible and then explain to them. ഇതാരാണ് ഈ മനുഷ്യവേഷത്തിൽ? This is the Son of God. അവിടുത്തെ ആ ഹ്യൂമിലിറ്റി എൻ്റെ പ്രിയരെ നമ്മൾ മനസ്സിലാക്കണം. ജനനത്തിൽ ആ ഹ്യൂമിലിറ്റി, അവിടുത്തെ ആ ജീവിതത്തിലെ ഹ്യൂമിലിറ്റി, ഓൾ ത്രൂ ദ ലൈഫ് നമ്മളിത് മനസ്സിലാക്കണം. ഈ ഉന്നത ഭാവം സെക്യുലർ ലോകത്തിൽ നിന്ന് ക്രിസ്ത്യൻ ലീഡേഴ്സിലേക്ക് വ്യാപിച്ചതാണ്. ഇറ്റ് ഈസ് നോട്ട് ജീസസ്.
വേദപുസ്തകം വെളിപ്പെടുത്തുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ശുശ്രൂഷ അല്ലാതെ പിന്നെ എല്ലാവരും പറയുന്നത് അവിടെ അത്ഭുതം നടന്നെന്ന്. എനിക്ക് അതിനോട് തർക്കമോ വാദമോ ഒന്നുമില്ല. ശൈലിയാണ് ഞാൻ പറഞ്ഞത്. യേശു എനിക്ക് കാഴ്ചവെച്ച ശൈലി അല്ല. എവിടെയായിരിക്കും കർത്താവിന്റെ ശ്രേഷ്ഠദാസന്റെ താമസം? ഞങ്ങള് മാത്യു അങ്കിളുടെ വീട്ടില്, മാത്യു അങ്കിളുടെ വീടോ അവിടെ അങ്ങ് ഹോട്ടലില്ലേ, 5 സ്റ്റാർ ഹോട്ടൽ, ഒരു ലോഡ്ജായിട്ടുണ്ടായിരുന്നു അവിടെ. ലോഡ്ജോ? ഞാനോ? പുള്ളിക്ക് പഞ്ചനക്ഷത്ര ഹോട്ടലല്ലാതെ താമസിക്കത്തില്ല. പണ്ടൊരു അമേരിക്കക്കാരൻ സായിപ്പ്, അയാൾ പിന്നെ പറയുന്നതിന് പലപ്പോഴും ലക്ക് പോലും ഇല്ല. അദ്ദേഹം പറഞ്ഞത് ചാർട്ടേഡ് ഫ്ലൈറ്റ്, അദ്ദേഹത്തിന് ചാർട്ടേഡ് അല്ല, സ്വന്തമായിട്ട് ഫ്ലൈറ്റ് മേടിക്കാൻ കാരണം ബാക്കിയുള്ള പാസഞ്ചേഴ്സിന്റെ കൂട്ടത്തിൽ പുള്ളിക്ക് പോകാനൊക്കത്തില്ല. കാരണം ബാക്കിയുള്ളവരിലെല്ലാം ഡീമൺസ് ചിലപ്പോൾ ഉണ്ടാവുക. അതൊക്കെ പുള്ളിയുടെ അഭിഷേകത്തെ അത് പ്രശ്നമാകുന്നത്. ഇതൊക്കെ കണ്ട് മലയാളികളുണ്ട് ഇവർക്കൊക്കെ പൈസ കൊടുക്കുന്നത്. സ്തോത്രം. I want you to see our Lord. ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയും. ഇപ്പം നമ്മൾ ഇതുപോലെയാണ്. ഒരാൾക്ക് വേണ്ടി സുവിശേഷം പറയാൻ വരും, 10 പേർക്ക് വേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ലോകം പറയും he is gone mad. എന്താ പറയുക, അവനെ ആരും വിളിക്കുന്നൊന്നുമില്ല, അതുകൊണ്ട് he is going, yes, time for all this. Praise the Lord. ഇത് ആത്മനിയോഗത്തിലാണ് വന്നിരിക്കുന്നത്. ആത്മനിയോഗത്തിൽ ഇൻവിറ്റേഷൻ കിട്ടി. അപ്പൊ ഇതിനോടകം ഉറപ്പാണ്, വചന പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്, റബ്ബിയാണ് എന്നുള്ളത് നസ്രത്തുകാർക്ക് ഇപ്പോൾ ഓൾറെഡി അറിയാം. ഈസ് എ ഫേമസ് ടീച്ചർ. ജീസസ് അല്ല ഈ ടൈം ചൂസ് ചെയ്യുന്നത്, ആത്മാവിന്റെ നടത്തിപ്പാണ്. എന്നിട്ട് അവിടെ എന്താണ് നമ്മൾ കാണുന്നത്? 17-ാം വാക്യം. 17-ാം വാക്യത്തിന് മുൻപ് തന്നെ ഒരു കമന്റ് ഞാൻ പറയാം. നമ്മൾ ആ 16-ാം വാക്യത്തിൽ വായിച്ചത് ഇങ്ങനെയാണ്. 16-ാം വാക്യത്തിന്റെ അവൻ വളർന്ന നസ്രയത്തിൽ വന്നു, ശബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. വായ് എഴുന്നേറ്റ് നിന്നു. അതിന്റെ കാരണം ഇതാണ്, ദൈവത്തിന്റെ വചനം യഹൂദന്മാരുടെ പശ്ചാത്തലത്തിൽ വളരെ ഭയഭക്തിയോടെ they stand up to read. എപ്പോഴും ഓർത്തോണം, റീഡിങ് ഓഫ് ദ സ്ക്രിപ്റ്റേഴ്സ്, സ്റ്റാൻഡിങ് അപ്പ്. ഉപദേശിക്കുമ്പോൾ റബിമാർ they sit down. കാര്യമായ വലിയ കാര്യങ്ങളൊക്കെ പറയാൻ നേരം അവർ ഇരുന്നുകൊണ്ട്, കർത്താവൊക്കെ ഒരു ഗിരിപ്രഭാഷണം, അവൻ മലയമേൽ കയറി ഇരുന്ന് തിരുവായു മുഴഞ്ഞ് അവരോട് സംസാരിച്ചു. പക്ഷെ സ്ക്രിപ്റ്റേഴ്സ് വായിക്കുമ്പോൾ he stands up. എനിക്ക് തോന്നുന്നു, ഞാൻ കണ്ട ചില അമേരിക്കൻ ചർച്ചസിലൊക്കെ അവർ പറയും, ഇപ്പോൾ റീഡിങ് ഓഫ് ദ സ്ക്രിപ്റ്റേഴ്സ് ആണ്, ലെറ്റ്സ് സ്റ്റാൻഡ് ഇൻ റെവറൻസ്. എഴുന്നേറ്റ് നിന്ന് അവർ ഒരുമിച്ച് സ്ക്രിപ്റ്റേഴ്സ് വായിച്ചു കഴിഞ്ഞാൽ നൗ യു ക്യാൻ ബി സീറ്റഡ്. ഇറ്റ്സ് വണ്ടർഫുൾ, ഇറ്റ് ഈസ് വണ്ടർഫുൾ. അപ്പൊ അതാണ് ഇവിടുത്തെ കാര്യം എന്ന് പറയുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു, അവൻ പുസ്തകം വിടർത്തി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു എന്ന് 17-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു. അപ്പൊ കർത്താവ്, സഹോദര, യെശയ്യാന്റെ ആ സ്ക്രോളിങ് എടുത്തുകൊണ്ട് വന്നേന്നല്ല, അത് കൊടുക്കുക. ഇതെല്ലാം ഒരു വലിയ നിയോഗമാണ്. അറ്റൻഡന്റ് കൊണ്ട് പുസ്തകം എന്ന് പറയുമ്പോൾ സ്ക്രോളാണ്, ചുരുളാണ്. ആ ചുരുള് കൊണ്ട് കർത്താവിന്റെ കയ്യിൽ കൊടുക്കുക. അപ്പൊ ഇവിടെ എല്ലാം ഒരു ദൈവിക നിയോഗമാണ്. പിതാവാം ദൈവം അന്ന് പുത്രൻ നസ്രയത്തിൽ ഈ ചുരുള് ഈ മനുഷ്യൻ കൊണ്ട കൊടുക്കാനും അവിടെ നിന്നുകൊണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ വാക്യങ്ങൾ വായിക്കണമെന്നുള്ള ദൈവിക നിയോഗമാണ്. ആത്മാവിനാൽ നടത്തപ്പെടുമ്പോൾ യു വിൽ എക്സ്പീരിയൻസ് സച്ച് സിമിലർ എക്സ്പീരിയൻസസ്. ഇതുമായിട്ട് ഡയറക്റ്റ്ലി ബന്ധമല്ലെങ്കിലും
ഞങ്ങളുടെ ഇവിടെ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ 2 ദിവസം ഇവിടെ ഇങ്ങനെ പ്രസംഗിക്കുകയായിരുന്നു. ഇന്ന് മറ്റൊരു ദൈവദാസന് അൺബിലീവബിൾ. ആദ്യം കുറെ സമയം അദ്ദേഹം മറ്റൊരു വേദഭാഗം പറഞ്ഞിട്ട് he came to the portion which I was ministering for 2 days and started explaining. How does this happen? അദ്ദേഹം പ്രാർത്ഥിച്ചു, ഞാനും പ്രാർത്ഥിച്ചു, ഒരേ ആത്മാവ് 2 പേർക്കും ഗൈഡൻസ് കൊടുത്തു ആ പോർഷനിലേക്ക് വരാൻ. അല്ലാതെ how to explain that? Praise the Lord. അദ്ദേഹത്തിന് അറിയത്തില്ല ഈ സെക്കൻഡ് ഡേയിൽ ഞാൻ അദ്ദേഹം ഈ തേർഡ് ഡേയിൽ പറഞ്ഞതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നു. He doesn't know. ഇവിടെയും ഒരു നിയോഗമാണ്, ദൈവത്തിന്റെ ഒരു പ്രൊവിഡൻസ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ഈ ഐസയയുടെ പുസ്തകം മുഴുവനും ഒരു സിംഗിൾ സ്ക്രോൾ ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. പുസ്തകം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് അതാണ്. അല്ലാതെ ഇന്നത്തെ പോലെ ഇറ്റ്സ് നോട്ട് എ ബുക്ക് ലൈക്ക് ദിസ്. സ്ക്രോൾ എന്ന് പറഞ്ഞാൽ 2 സൈഡിലും ഇങ്ങനെ ചുരുട്ടിയ തോൽ കൊണ്ടുണ്ടാക്കിയ. അവൻ പുസ്തകം വിടർത്തി എന്ന് പറയുമ്പോൾ അൺറോളിങ് ദ സ്ക്രോൾ. ഇതൊക്കെ മൈനർ തിങ്സ് ആയിട്ട് നമുക്ക് തോന്നും. എന്നാലും ഞാൻ ആ വേദഭാഗത്തോടൊക്കെ പോകുമ്പോൾ ദിസ് ഇസ് മൈ ഹാബിറ്റ്. ഐ ഗോ ഓരോ വേർഡ് വാക്യം ഇങ്ങനെ നമ്മൾ പോയി എല്ലാം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പ്രധാന ദൂത് ഞാൻ ഓൾറെഡി കൈമാറി. യേശുവിൻ്റെ പ്രസംഗം പഠിപ്പിക്കലിൻ്റെ ആ മുൻതൂക്കം കൊടുക്കുന്ന അനുഭവം ആത്മാവിനാൽ നടത്തപ്പെടുന്നു. അവിടുന്ന് സ്വന്തം ഗ്രാമത്തിൽ വരുന്നു, ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, അവിടുത്തെ ഇൻവിറ്റേഷൻ കിട്ടുന്നു, അവിടുത്തെ മുന്നോട്ട് അവിടുന്ന് വരുവാനുള്ള ഇൻവിറ്റേഷൻ അവർ കൊടുക്കുന്നു. ഹി കംസ് ആൻഡ് സൂപ്പർ നാച്ചുറലി, ദൈവിക നിയമനം എന്നതുപോലെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം കൊണ്ടുവരുന്നു. എന്നിട്ട് കർത്താവ് വാസ്തവത്തിൽ 61-ാം അധ്യായത്തിന്റെ 1-2 വാക്യം 2-ാം വാക്യം പൂർത്തീകരിച്ചില്ല. അതാണ് 18-ാം വാക്യത്തിൽ നമുക്ക് കാണുന്നത്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും. അപ്പൊ ഇവിടെ ഞാൻ നിൽക്കുകയാണ്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അനോയിന്റ് ചെയ്തു. What is the reason for the anointing? Why should we be anointed? ജീസസിന്റെ മാതൃക കാണാം. Anointed to preach the gospel to the poor. ഇവിടെ poor എന്ന് പറഞ്ഞ എക്കണോമിക്കലി poor അല്ല, സാമ്പത്തിക ശേഷി ഇല്ലാത്തവർ എന്ന അർത്ഥത്തിലല്ല. മത്തായിയുടെ സുവിശേഷം 5:3 കേട്ടിട്ടില്ലേ? ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. സ്വന്തമായി ദൈവമുൻപാകെ നിൽക്കാൻ സ്വയത്തിൽ നീതിയില്ലെന്ന് ബോധ്യമായി, സ്വന്തം ആത്മീക ദാരിദ്ര്യത്തെ ബോധ്യമായവരെ, അവരോട് സുവിശേഷം പറയാൻ the Messiah has come. അതിനാണ് anointing. Praise the Lord. ലൂക്കോസിന്റെ എഴുത്തുകളിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. അത് ലൂക്കിന്റെ ഗോസ്പലിലും അപ്പോസ്തല പ്രവൃത്തിയിലും അതുപോലെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഫോർ പ്രയർ. സ്തോത്രം. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ തൽക്കാലം നിർത്തുകയാണ്. നെക്സ്റ്റ് വീക്ക് വി വിൽ ഗോ ടു വേഴ്സ് 18 ആൻഡ് ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ്. അനോയിന്റിങ് ആൻഡ് പ്രീച്ചിങ്, അതുപോലെ 4 കൂട്ടം കാര്യങ്ങൾ ഇവിടെ പറയുന്നു അല്ലേ? ദരിദ്രർ, ബദ്ധന്മാർ, കുരുടന്മാർ, പീഡിതന്മാർ. മശിയായുടെ ശുശ്രൂഷ എക്സ്പ്ലെയിൻ ചെയ്യാണ് കർത്താവ്. ശരിക്കും ഇതെല്ലാം അക്ഷരീകമായ കുരുടന്മാരെന്നൊക്കെ വേണേൽ പറയാമെങ്കിലും ഇറ്റ് ഓൾസോ മീൻസ് ഇൻ സ്പിരിച്വൽ ടേംസ്, ആത്മീയ കാര്യങ്ങൾ കാണാതിരിക്കുന്നവർ, കെട്ടപ്പെട്ട ക്യാപ്റ്റീവ്സ് ആയിട്ടുള്ളവരോട് സുവിശേഷം പറയാൻ, ക്യാപ്റ്റിവിറ്റിയിൽ നിന്ന് അവരെ തുറന്നു വിടുവാൻ വേണ്ടി ഐ ആം അനോയിന്റഡ്. ലൂക്കോസ് 3:22 അനോയിന്റിങ് അതിനാണ്, ദൈവരാജ്യത്തിന്റെ സുവിശേഷം പറയാൻ. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇറ്റ് ഈസ് നോട്ട് ഈസി. ലെറ്റ് us pray that the Spirit of God will come upon us powerfully so that we can follow the footsteps of our Master, our Lord Jesus Christ. God bless.